വ്യക്തിവൈരാഗ്യങ്ങളാണോ പലപ്പോഴും രാഷ്ട്രീയ വാക്കുതർക്കങ്ങൾക്ക് ഇടയാക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് KB ഗണേഷ് കുമാർ സുരേഷ് ഗോപിക്കെതിരെ നടത്തിയ ചില വിമർശനങ്ങളാണ്. അത് അതിർ കടന്നു. അല്ല, ഈ ഇപ്പം KB ഗണേഷ് കുമാറിനെതിരെ മാത്രമായിട്ട് പറയേണ്ട കാര്യമില്ല, തിരിച്ചുമാകാമല്ലോ. KB ഗണേഷ് കുമാർ പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്. സുരേഷ് ഗോപി ഇപ്പോഴും അഭ്രപാളികളിൽ തന്നെ നിൽക്കുകയാണ്. ആ ഹാങ് ഓവർ വിട്ടിട്ടില്ല എന്നുള്ളതല്ലേ. പിന്നെ ഗണേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല. തൃശ്ശൂരുകാർക്ക് അബദ്ധം പറ്റിയെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും അബദ്ധം പറ്റിയിട്ടില്ലേ? ഗണേഷ് കുമാർ നിൽക്കുന്ന മുന്നണിക്കകത്ത് ഉള്ള ഒരാളാണല്ലോ നമ്മുടെ കൊല്ലത്തൊരു പുങ്കവനുണ്ടല്ലോ, മുകേഷ് MLA. കൊല്ലത്തുകാർക്ക് 2 തവണ അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയൊന്നും അല്ല. കൊല്ലത്തുകാർ തന്നെ തലേ കൈവച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് എത്തണേ എന്നും പറഞ്ഞ് ഈ മുകേഷ് എന്ന് പറയുന്ന കോമാളിയെ അവിടെ കിട്ടുന്നില്ല. MLA എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് നിൽക്കണം. അതാണ് അതിനകത്ത് നമ്മളതാണ് കാണേണ്ടത്. ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിലൂടെ വരുന്ന MLA-യോ MP-യോ എന്തിനൊരു പഞ്ചായത്ത് മെമ്പർ ആയാൽ പോലും അത് വളരെ ആ നാട്ടിനകത്ത് നിൽക്കണം. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. വട്ടിയൂർക്കാവ് MLA ആയിരുന്ന നമ്മുടെ കരുണാകരന്റെ മകൻ മുരളീധരൻ, അതിനൊക്കെ മുമ്പ്, അവിടെ വരുന്നതിനൊക്കെ മുമ്പ് മുരളീധരന് ഇടയ്ക്കൊരു മന്ത്രിയായിരുന്നു, വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത്. എന്നിട്ട് ബൈ ഇലക്ഷനിൽ വടക്കാഞ്ചേരിയിൽ തോറ്റുപോയി. നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങത്തില്ല, കാറിൽ ഇരുന്നുകൊണ്ട് ആ ഗ്ലാസ് പോലും താക്കത്തില്ല, വോട്ട് ചോദിക്കുന്ന അങ്ങനെയാണ്. അത് തിരിച്ചടി കിട്ടുകയും ചെയ്തു. പക്ഷെ വട്ടിയൂർക്കാവിൽ വന്ന് നിന്ന് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ മണ്ഡലത്തിനകത്ത് ഉണ്ടായിരുന്നു കറക്റ്റായിട്ട്. അവിടെ റോഡോ തോടോ എന്തിനും കൂടെ നിൽക്കുമായിരുന്നു എന്നുള്ളതാണ്. മണ്ഡലത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLA അങ്ങനെ മോശക്കാരനൊന്നുമല്ല, പ്രശാന്ത്. അത് അതുപോലെ സജീവ സാന്നിധ്യമാണ്. 2019 മുരളീധരനെ അങ്ങ് വടകരയിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. മുരളീധരന് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. അപ്പൊ അതുപോലെ ഇപ്പൊ ഗണേഷ് കുമാർ തന്നെ 5 തവണയായിട്ട് പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെ MLA, 5 തവണ എന്ന് പറഞ്ഞാൽ 5 25. ഇതുപോലെ വേറൊരാളുണ്ടായിരുന്നു, രാജു എബ്രഹാം, CPM-ന്റെ റാന്നി മണ്ഡലത്തിലെ MLA ആയിരുന്നു 5 തവണ. റാന്നിയിലെ ജ്യോതി ബസു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ VS പക്ഷക്കാരനായിരുന്നു. അതുകൊണ്ട് പിണറായി ഒതുക്കിയിട്ട് 2016 ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചു, നടന്നില്ല. ഇപ്പോൾ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ സുരേഷ് ഗോപിയെ ഇങ്ങനെ പറഞ്ഞതില് തൃശ്ശൂർക്കാർക്ക് അബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞു. തൃശ്ശൂരുകാര് ജയിപ്പിച്ചത് 700 7000 വോട്ടിലല്ല ഭൂരിപക്ഷം, 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ പറയരുത് ഗണേഷ് കുമാർ, അതിനോട് യോജിപ്പില്ല. പിന്നെ ഈ സുരേഷ് ഗോപിയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ബാക്കി ആരും ചെയ്യുന്നില്ല എന്നൊന്നും പറയരുത്. ഗണേഷ് കുമാറും ചെയ്യുന്നുണ്ട്. ഗണേഷ് കുമാർ ഇപ്പോൾ LDF-ലാണ് നിൽക്കുന്നത്. ഇനി UDF-ൽ വന്ന് നിന്നിട്ട് പത്തനാപുരത്ത് മത്സരിച്ചോ, വിജയിക്കും. LDF-ൽ നിന്നാലും UDF-ൽ നിന്നാലും വിജയിക്കും. ഇനി ഇവരുടെ രണ്ടുപേരുടെയും കൂടെ അല്ല, NDA മുന്നണിയിലാണെങ്കിലും ഗണേഷ് ജയിക്കും. ഇനിയും ഗണേഷ് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ പോലും വിജയ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിച്ച ആളാണ് 2016 പൂഞ്ഞാറിൽ PC ജോർജ്. ആരുടെയും പിന്തുണയില്ലായിരുന്നു, LDF-ന്റെ UDF-ന്റെയും പിന്തുണയില്ലായിരുന്നു. പിന്നെ 21 വന്നപ്പോൾ അദ്ദേഹത്തെ അവിടെ SDPI-ക്കാരും ഈ ഇവരൊക്കെ ഉണ്ടല്ലോ, തീവ്രവാദികളെല്ലാരും കൂടെ തോൽപ്പിച്ചു കളഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഗണേഷിന് വലിയൊരു സ്ഥാനമുണ്ടെന്നുള്ളതാണ്. ഗണേഷ് മണ്ഡലത്തിൽ സജീവമാണ്. ഗണേഷിനും സിനിമയൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം അതിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ സിനിമ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അത് മാറ്റി വെച്ചിട്ടാണ് അദ്ദേഹം കേരള കോൺഗ്രസ് B-യുടെ ആളായിട്ട് രംഗത്ത് വന്ന് മണ്ഡലം നോക്കുന്നത്. ഈ പത്തനാപുരം എന്ന് പറഞ്ഞ വെറും വളരെ മോശമായിട്ട് കിടന്ന ഒരു സ്ഥലമായിരുന്നു കേരളത്തിൽ. അപ്പൊ പത്തനാപുരത്തിനുള്ള ഒരു വിശേഷണം എന്തായിരുന്നു അറിയാം? ആൾക്കാർ പറയുന്നത് കാട്ടുപത്തനാപുരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ കാട്ടുപത്തനാപുരം ഒന്നുമല്ല, പത്തനാപുരം എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീരമായിട്ട് കിടക്കുന്ന ഒരിടമാണ്. അവിടെ ഗണേഷ് കുമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീട് വെച്ചു കൊടുക്കുന്നുണ്ട്,
നിർധനരായ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട സഹായം മുഴുവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവൻ്റെ പഠനകാലം മുഴുവൻ വേണ്ട തരത്തിലുള്ള സഹായം കൊടുക്കുന്നുണ്ട്. പിന്നെ ആർക്കൊക്കെയോ പിന്നെ കടയൊക്കെ വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി വരികയുണ്ടായി. ഇവരെല്ലാവരും ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനവും അവരെ മറ്റാരും അറിയാതൊന്നുമല്ല ചെയ്യുന്നു. സാറ് പറഞ്ഞത് ശരിയാണ്. ഗണേഷ് കുമാർ കുറെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന്റെ സ്വന്തമായ അദ്ദേഹം സമ്പാദിച്ച ഇതിൽ നിന്ന് എടുത്തുള്ള കാര്യങ്ങളല്ല. പക്ഷെ അതിനപ്പുറം സുരേഷ് ഗോപി എന്നുള്ള ഒരു വ്യക്തി അദ്ദേഹം നടനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ നിന്ന് കിട്ടിയ അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗമാണ് പലപ്പോഴും ചെലവഴിക്കുന്നത്. അല്ലാതെ ഈ ഫണ്ടിൽ നിന്നും, അതായത് നമുക്കറിയാം MLA-ക്ക് ആയാലും ഓരോ MP-ക്ക് ആയാലും ഒക്കെ ഓരോ ഫണ്ടുകളുണ്ട്. ഈ ഫണ്ടിൽ നിന്ന് ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ഓരോ ചാരിറ്റി പ്രവർത്തനം അല്ല ചെയ്യുന്നത്. അത് രണ്ട് വ്യത്യാസമുണ്ട്. പിന്നെ പത്തനാപുരത്ത് അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം. അദ്ദേഹം ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ്. അതിൽ ഒരു പക്ഷേ അദ്ദേഹത്തിനേക്കാൾ അപ്പുറം മറ്റു ചിലർ അതിന് കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ടായിരിക്കും. അത് അദ്ദേഹത്തിലൂടെ നിർവഹിക്കുന്നു എന്നുള്ളത് മറ്റുള്ള മന്ത്രിമാരെ അപേക്ഷിച്ച് അദ്ദേഹം ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ വികസനം എന്നുള്ള രീതിയിൽ, പത്തനാപുരത്തെ വികസനം എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് ഏതായാലും നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ കാണാം. അതിന്റെ ചില വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ പത്തനാപുരത്ത് ഇപ്പൊ നടക്കുന്നുണ്ട്. അതെന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം. അതല്ലല്ലോ ചർച്ച ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വിരോധങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള വിരോധങ്ങൾ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നീളുന്നു. KB ഗണേഷ് കുമാറിന് സുരേഷ് ഗോപിയുടെ മുകളിലോട്ട് അല്ലെങ്കിൽ വിരൽ ചൂണ്ടേണ്ടുന്നതായിട്ടുള്ള കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹമാണ് ഏറ്റവും വലിയ കോമാളി എന്ന് ഞാൻ പറയും. നമുക്കറിയാം, ഇപ്പൊ യാമിനി തങ്കച്ചി മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞതും സോളാർ വിഷയവും അടിച്ച് പഞ്ചറാക്കിയ മുഖം ഇപ്പോഴും ഗണേഷ് കുമാറിന്റെ സാറ് മറന്നില്ലെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. സാറ് മറന്നാണ്, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അത് ഓർമ്മയാണ്. ആ പഞ്ചറായ മുഖം ഞാൻ മറക്കത്തില്ല. മാത്രമല്ല, യാമിനി തങ്കച്ചി വന്ന് വിവാദപരമായിട്ട് തന്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും എനിക്ക് മറക്കാൻ പറ്റും. സരിത പല കാര്യങ്ങളും പറയാതെ പറയുന്നുണ്ട്. തന്റെ കുഞ്ഞുങ്ങളുടെ പിതൃത്വം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പറയാതെ പറയുന്നുണ്ട്. അതൊന്നും ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. അപ്പൊ ഗണേഷ് കുമാർ എന്നൊരു വ്യക്തി തന്റെ സ്വകാര്യ ജീവിതം മറന്നുകൊണ്ട്, അല്ലെ താൻ കാണിച്ചു കൂട്ടിയ അക്രമങ്ങളും അല്ലെ പല കാര്യങ്ങളും മറന്നുകൊണ്ട് സുരേഷ് ഗോപിയുടെ നേരെ വിരൽ ചൂണ്ടുന്ന കാര്യം എന്താണെന്നുള്ള മനസ്സിലാണ്. മാത്രമല്ല, ബാലകൃഷ്ണനുള്ള ഒരിക്കൽ പറഞ്ഞിരുന്നു, എന്റെ മകനെ രാഷ്ട്രീയത്തിൽ ഇറക്കിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന്. എന്റെ മകനായി പോയില്ല, ഇനി എന്ത് പറയാനെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ സാറ് ഗണേഷ് കുമാറിനെ അങ്ങ് പുകഴ്ത്തി വേണ്ട, പക്ഷെ പുകഴ്ത്തിക്കോളൂ. അതേ ചിലപ്പോൾ ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അത് ചിലർക്ക്. പക്ഷെ അതിനപ്പുറം തന്റെ വ്യക്തിപരമായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗമാണ് പലർക്കും സുരേഷ് ഗോപി ചെയ്തത്. അത് ഇന്ന് തുടങ്ങിയതല്ല. അദ്ദേഹം കലാകാരനായി ഇരിക്കുന്ന സന്ദർഭം മുതൽ നമുക്ക് തന്നെ ബെൻസി 2 HIV ബാധിതരായ 2 കൊച്ചു കുഞ്ഞുങ്ങളെ അന്ന് AK ആന്റണി ഉൾപ്പെടെയുള്ളവർ ദൂരെ മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ചേർത്ത് പിടിച്ച ഒരു വ്യക്തി, ഒരു കലാകാരനായിരുന്നു സുരേഷ് ഗോപി. അന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിലൊന്നും വലിയ സജീവമോ അല്ലെങ്കിൽ വന്നു ചേർന്നതോ അല്ലായിരുന്നു. പക്ഷെ അന്ന് ഇദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഗണേഷ് കുമാർ മന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ എത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പല ചാരിറ്റി പ്രവർത്തനം നമ്മൾ കാണുന്നത്. അത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പാണ്. പക്ഷെ സുരേഷ് ഗോപി അങ്ങനെയല്ല. അദ്ദേഹം എങ്ങനെയാണോ വളർന്ന സിറ്റുവേഷൻ, അദ്ദേഹം ചെറുപ്പത്തിലെ തന്നെ എങ്ങനെയാണോ അത് വളർന്നപ്പോഴും അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലും അദ്ദേഹം ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പല കൈയഴിഞ്ഞ് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ആ HIV ബാധിത എന്നൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ പോലും പേടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചേർന്ന് നിന്നാൽ ചിലപ്പോൾ നമുക്ക് രോഗം വരുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അന്ന് അവിടുത്തെ ചാത്തന്നൂരിലെ MLA ഉൾപ്പെടെ ഈ കുട്ടികൾക്കെതിരെ നിന്നപ്പോൾ സുരേഷ് ഗോപി ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചത് ഇന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ തൊപ്പി കേസ് ഗണേഷ് കുമാർ അങ്ങ് വാദോരാതെ പറയുന്നുണ്ടല്ലോ, കമ്മീഷണർ തൊപ്പി എടുത്ത് കുറെ നാള് കാറിന്റെ പുറകെ വെച്ച് നടന്നു എന്നുള്ളത്. ഈ തൊപ്പി ഇപ്പൊ ഏത് കുഞ്ഞിന്റെ തലയിലാണെന്നുള്ളത് സോഷ്യൽ മീഡിയ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്. സാറിന് അത് മനസ്സിലായോ ആ തൊപ്പി എവിടെയാണെന്നുള്ളത്? അതായത് 2014 ഇടുക്കിയിൽ രണ്ടാനമ്മ ഒരു കുഞ്ഞിനെ, രണ്ടാനമ്മയെ അച്ഛനും ചേർന്ന ഒരു കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ആ കുഞ്ഞ് മാനസികമായിട്ടൊക്കെ തളരുകയും ശാരീരികമായിട്ട് തളർന്നു പോയ ഒരു സിറ്റുവേഷനിൽ സുരേഷ് ഗോപിയാണ് തന്റെ ഏറ്റവും വലിയ ഹീറോ എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ആ കുഞ്ഞിന്റെ അടുത്ത് ചെല്ലുകയും അവനെ ആ ഡയലോഗ് ഉൾപ്പെടെ, ഷിറ്റ് എന്ന് പറയുന്ന ഡയലോഗ് ഉൾപ്പെടെ പറഞ്ഞു കേൾപ്പിക്കുകയും അവന് ഒരു താരാട്ട് പാട്ട് പാടിക്കൊടുക്കുകയും എന്നിട്ട് ഈ തൊപ്പി തലയിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. ഈ തൊപ്പി എവിടെയെന്ന് ഗണേഷ് കുമാർ അറിഞ്ഞിട്ട് വേണമായിരുന്നു ഇങ്ങനെ സംസാരിക്കാൻ. അപ്പൊ വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് ശരിയാണോ എന്നുള്ളത് വീണ്ടും ഞാൻ സാറിനോട് ആവർത്തിച്ച് ചോദിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഈ സുരേഷ് ഗോപി ഇപ്പൊ ഗണേഷ് പറയുന്ന പോലെ സുരേഷ് ഗോപിക്ക് കുറച്ച് അല്പത്തരമുണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിന് ആ ഹാങ് ഓവർ മാറിയിട്ടില്ല.
ഈ കമ്മീഷണറുടെയും അതുപോലെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെയും ഒക്കെ. പിന്നെ ഈ MLA-മാർക്കും MP-മാർക്കും ഒക്കെ ഫണ്ടുണ്ട് കേട്ടോ, പ്രത്യേകം ഫണ്ടുണ്ട് അത് വിനിയോഗിക്കാൻ. അത് വേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നില്ല. ഇപ്പം തിരുവനന്തപുരത്ത് വലിയ നെടും തൂണായിട്ട് കുറേ ഹൈമാക്സ് ലൈറ്റ് നിൽപ്പുണ്ട്. ഈ ഹൈമാക്സ് ലൈറ്റ് കാണുമ്പോൾ എനിക്ക് തരൂരിനെയാണ് ഓർമ്മ വരുന്നത്. തരൂരിനെ കാണുമ്പം ഈ ലൈറ്റുമാണ് ഓർമ്മ വരുന്നത്. ഇതല്ലാതെ വേറെ തരൂർ ഒരു മണ്ണാങ്കട്ടയും തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്, ചാരിറ്റി ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഒരിക്കൽ വെളുപ്പിന് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ആ ട്രെയിനിൽ തന്നെ മലബാറിൽ നിന്ന് വന്നതാണ്. അതിൽ ഈ RCC പോകാനുള്ള മലബാറിലെ കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ അടുക്കൽ ആരോ പറഞ്ഞതാ ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയി പറ എന്ന് പറഞ്ഞു. ഇവർ ചെന്നിട്ട് ഉമ്മൻചാണ്ടി അടുക്കൽ കാര്യം പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഉമ്മൻചാണ്ടി ആ ട്രെയിനിൽ വന്നിറങ്ങി. അപ്പോൾ തന്നെ ഉടനെ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 15,000 രൂപ സാങ്ഷൻ ആക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കൂടെ നിന്നോട് പറഞ്ഞു, ഇവർക്ക് പിന്നെ രാവിലെ വന്നിറങ്ങിയതല്ലേ, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരുക്കി കൊടുക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വരിക എന്നും പറഞ്ഞു. വരുന്നുണ്ട്, അവിടെ വലിയ ആൾക്കൂട്ടമൊക്കെ കാണും, അതൊന്നും കണ്ട് പേടിക്കണ്ട, ഇവിടെ ഈ കയറി വന്നാൽ മതി. ഉമ്മൻചാണ്ടി അടുക്കൽ എപ്പോഴും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് മുണ്ട് പോലും മുറുക്കി കൊടുക്കാൻ പറ്റത്തില്ല, ആളിങ്ങനെ തിങ്ങി ഞെരുങ്ങി നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സാർ ഇച്ചിരി ആക്ഷൻസ് ഒക്കെ ഇരിക്കട്ടെ, പക്ഷെ പ്രവൃത്തി മാത്രം നമ്മൾ നോക്കിയാൽ മതി.